ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദളിത് പിന്നോക്ക വിദ്യാർത്ഥികൾ നേരിടുന്ന വിവേചനങ്ങൾ അവസാനിപ്പിക്കാനായി UGC കൊണ്ടുവന്ന പുതിയ ചട്ടങ്ങൾ ഇന്നലെയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. രോഹിത് വെമുലയുടെയും പായൽ തദ്വിയുടെയും അമ്മമാർ നടത്തിയ നിയമ പോരാട്ടങ്ങളുടെയും കണ്ണുനീരിന്റെ ഫലമായി രൂപപ്പെട്ട ഈ ചട്ടങ്ങൾ സവർണർ നൽകിയ ഹർജികളെ തുടർന്നാണ് കോടതി മരവിപ്പിച്ചത്. ആദ്യം നമുക്ക് ഇത്തരമൊരു നിയമത്തിന് ഇന്ത്യൻ ക്യാമ്പസുകളിൽ എന്തു പ്രസക്തിയാണുള്ളതെന്ന് നോക്കി വരാം. വിവേചനത്തിന്റെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നും പുറത്തു വരുന്നത്. 2020 നും 2025 ഇടയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ 100% വർധനവുണ്ടായതാണ് UGCയുടെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ കാലയളവിൽ 704 സർവകലാശാലകളിൽ നിന്നും 1553 കോളേജുകളിൽ നിന്നുമായി ആകെ 1160 പരാതികളാണ് UGCക്ക് മാത്രം ലഭിച്ചത്. ഇതിൽ നാം ഓർക്കേണ്ടത് കോളേജ് തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും പരിഹരിക്കാനാവാത്ത പരാതികളാണ് UGCയുടെ മുന്നിൽ എത്തുന്നത് എന്നാണ്. അതായത് ഇതൊരിക്കലും ഇന്ത്യൻ ക്യാമ്പസുകളിലെ ജാതി വിവേചനത്തിന്റെ മൊത്തം ചിത്രമല്ല. രാജ്യത്തെ ഉന്നത കലാലയങ്ങൾ ജാതിരഹിതമാണെന്ന വാദം വെറും പൊള്ളയാണെന്നാണ് ഈ കണക്കുകൾ നമ്മോട് അടിവരയിട്ട് വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് 2026 ജനുവരി 13 UGC പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ചട്ടങ്ങൾ കൊണ്ടുവന്നത്. UGCയിൽ അഫിലിയേറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റികളും കോളേജുകളും ദളിത് പിന്നോക്ക വിദ്യാർത്ഥികൾക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ സൗകര്യം, ഇക്വിറ്റി സ്ക്വാഡുകൾ, തുല്യ അവസര കേന്ദ്രം, ഇക്വിറ്റി കമ്മിറ്റി എന്നിവ നിർബന്ധമായും സ്ഥാപിക്കണമെന്നാണ് ഈ നിയമം പറയുന്നത്. ഏതെങ്കിലും സ്ഥാപനം ഈ നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അവയുടെ അംഗീകാരം റദ്ദാക്കുകയോ ഫണ്ട് തടഞ്ഞു വയ്ക്കുകയോ ചെയ്യാനും UGCക്ക് കഴിയും. എന്നാൽ ഈ സുരക്ഷാ കവചങ്ങളാണ് ഇപ്പോൾ സവർണ ലോബികൾ കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഭരണഘടനയിലെ തുല്യതാ സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ചട്ടങ്ങളെന്നാണ് ഹർജിക്കാർക്ക് വേണ്ടി വിഷ്ണു ജെയിൻ വാദിച്ചത്. ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള വിവേചനം ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന വിചിത്രമായ വാദമാണ് അവർ പ്രധാനമായും ഉയർത്തുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് മാർച്ച് 19 വരെയാണ് പുതിയ ചട്ടങ്ങൾക്ക് സ്റ്റേ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുവരെ 2012 പഴയ ചട്ടങ്ങൾ തന്നെ തുടരും. സവർണ വിഭാഗങ്ങൾ ഈ നിയമത്തിനെതിരെ ഉന്നയിക്കുന്ന പ്രധാന വിമർശനം തങ്ങൾക്കെതിരെ ദളിതർ ഉന്നയിക്കുന്ന വ്യാജ പരാതിയിൽ നിന്നും ഈ നിയമം സംരക്ഷണം നൽകുന്നില്ല എന്നതാണ്. ഈ വാദത്തെ വിലക്കെടുത്താണ് കോടതി ഇപ്പോൾ സ്റ്റേയും ചെയ്തിരിക്കുന്നത്. ആധുനിക ഇന്ത്യയിൽ ഇന്റർകാസ്റ്റ് വിവാഹം നടക്കുന്നുണ്ടെന്നും ജാതി വിവേചനം പഴയ പോലെ ഇല്ലെന്നുമാണ് സുപ്രീം കോടതി പറയുന്നത്. പക്ഷേ ഇന്ത്യൻ ക്യാമ്പസുകൾ ഇപ്പോഴും തുടരുന്ന ദളിത് വിദ്യാർത്ഥികളുടെ ആത്മഹത്യയ്ക്ക് സുപ്രീം കോടതിയുടെ ഈ മറുപടി ഒട്ടും തൃപ്തികരമേ അല്ല. സംവരണ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പ് മാത്രമാണ് ഇപ്പോഴത്തെ ഈ കോലാഹലങ്ങളെന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്.